കാസർഗോഡ് ദേശീയപാത നിർമ്മാണം അതിവേഗം പുരോഗമിക്കുമ്പോഴും അന്തർസംസ്ഥാന പാത അവഗണിക്കപ്പെടുകയാണ്. കാൽനടയാത്ര പോലും അസഹ്യമായ അവസ്ഥയാണ് ചെർക്കള ജാൾസൂർ റോഡിലെ പല ഭാഗങ്ങളിലും. സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവൃത്തി ഇതുവരെയും പുനരാരംഭിച്ചിട്ടില്ല. ചെർക്കള, ബോവിക്കാനം, കോട്ടൂർ, കർമ്മംതൊടി, പൂവടുക്കം, മുള്ളേരിയ, ആദൂർ, കൊട്ട്യാടി, പഞ്ചിക്കൽ വഴി ജാൽസൂറിലേക്കുള്ള റോഡിന് 39.1 കിലോമീറ്റർ ദൂരമാണുള്ളത്. കാസർഗോഡ് നിന്ന് സുള്ളിയിലേക്കും കുടകിലേക്കും ബംഗളൂരുവിലേക്കുമുള്ള പ്രധാന റോഡാണിത്. മുള്ളേരിയ മുതൽ പടിയത്തടുക്ക വരെ 8 കിലോമീറ്റർ ഭാഗം മലയോര ഹൈവേയുടെ ഭാഗമായി നവീകരിച്ചു. കൊട്ട്യാടി മുതൽ ജാൽസൂർ വരെയുള്ള ഭാഗമാണ് പ്രധാനമായും വികസിക്കാനുള്ളത്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം ആരംഭിച്ച് പാതി വഴി നിർമ്മാണം ഉപേക്ഷിച്ച ആദൂർ ചെക്ക് പോസ്റ്റ് മുതൽ കുണ്ടടുക്കം വരെയുള്ള ഭാഗങ്ങളിലൂടെ കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. ആദ്യഘട്ടത്തിൽ നിർമ്മാണം കൃത്യമായി മുന്നോട്ട് പോയെങ്കിലും ഫണ്ട് ലഭിക്കാതായതോടെ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചു. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡ് ഇപ്പോൾ വെറും സങ്കല്പം മാത്രമാണ്. ഇത് ബാംഗ്ലൂർ പോകുന്ന റോഡാണ്. കാസർഗോഡ് നിന്ന് അപ്പം ഒരുപാട് വണ്ടികളുണ്ടാവും, വലിയ വലിയ ബസ്സുകളുണ്ടാവും. ഇവർ അടിച്ചു പോകുമ്പോഴേക്ക് കല്ല് തെറിക്കലും ഭയങ്കര പ്രശ്നമായി. പിള്ളേർക്ക് മദ്രസ പോലെ സ്കൂളിൽ പോകുന്ന പിള്ളേരെല്ലാം ഉണ്ട്. ഇതെല്ലാം ആകുമ്പോഴത്തേന് ഇവരെടുത്ത് പറഞ്ഞ് അവർ പറഞ്ഞ് അങ്ങനെ നമ്മൾ പറഞ്ഞു ഇവരായിട്ട് കുറച്ച് പ്രദേശം നടക്കുമ്പോഴേക്കും ഫണ്ട് വരുന്നില്ല, പൈസ കിട്ടുന്നില്ല, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. എന്ന് നമുക്കിതിനെ പറ്റി അറിയുന്നില്ലല്ലോ. ഇപ്പം ആരും നോക്കുന്നില്ല. ഒരു ഡ്രെയിനേജ് ഇല്ല, മഴ വന്നെങ്കിലെല്ലാം റോട്ടിനെല്ലാം വെള്ളം, അങ്ങനെയെല്ലാം ഒരു പ്രശ്നങ്ങളുണ്ട്. ഇത് വണ്ടിക്കാർ ഇപ്പോൾ വണ്ടിയെ പോകുന്നില്ല, ചെറിയ പിള്ളേർക്ക് നടന്നു പോകുന്നില്ല. കല്ലുകൾ തെറിച്ച് ആളുകൾക്ക് പരിക്കേൽക്കുന്നതും കടകളുടെ ഗ്ലാസുകൾ തകരുന്നതും പതിവാണ്. കുട്ടികൾക്ക് മദ്രസയിൽ പോകാനും ബുദ്ധിമുട്ട്. കല്ല് പാണ്ടിയിലോ അതിഥിയിലുള്ളവർക്ക് ഇങ്ങനെ വലിയ വണ്ടിക്കാരെല്ലാം പോകുമ്പോഴേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നുണ്ട്. ഇവിടെ വണ്ടിക്കാരെ നിർത്തിയിട്ട് പിള്ളേർ അങ്ങോട്ട് ഇവിടേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ടാറിങ് പെട്ടെന്നായിരിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ട് വണ്ടി ഓരോ കാര്യങ്ങളെല്ലാം വണ്ടിക്കാരെല്ലാം എടുത്തിട്ട് പോയവർ ഒരു ജല്ലിൻ്റെ വണ്ടി അത് കാര്യങ്ങളെല്ലാം വണ്ടി ഉണ്ടായി, പിന്നെ അതെല്ലാം ഓരോരുത്തിട്ട് പോയി. ഇപ്പോൾ ടാറിങ് ആവില്ല, പിന്നെ ഫണ്ട് എന്തോ പാസ്സായിട്ടില്ല, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അത് 2-3 വണ്ടിക്കാർക്ക് ഇങ്ങനെ ഗ്ലാസ് എല്ലാം അങ്ങനെ പോയിട്ട്. ചെർക്കള ജാൾസൂർ അന്തർസംസ്ഥാന പാതയ്ക്ക് 29 കോടിയുടെ നിർമ്മാണാനുമതി നൽകി 1 മാസം പിന്നിടുമ്പോഴും നിർമ്മാണം പുനരാരംഭിക്കാനായിട്ടില്ല. ന്യൂസ് മലയാളം, കാസർഗോഡ്.